One is Marxism as a philosophy, and number two, Marxism as aesthetics. സൗന്ദര്യശാസ്ത്രം. ഒന്ന്, ഒരു തത്വചിന്ത, ജീവിതത്തിന്റെ സർവ്വ മേഖലകളും സ്പർശിച്ചു പോയ, ഇപ്പോഴും സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിലോസഫി. മറ്റൊന്ന്, ഈ മാർക്സിസത്തിന്റെ തത്വചിന്താപരമായ തലങ്ങളെ ഉപയോഗിച്ച് സാഹിത്യം, കല ഇവയെ വായിച്ചെടുക്കാനുള്ള ശ്രമം. അതിനാണ് അതിന് മാർക്സിയൻ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമുണ്ട്. ആസ് സ്റ്റുഡൻസ് ഓഫ് ലിറ്ററേച്ചർ, our focus would mostly be on aesthetics, but still we have to have a brief knowledge about philosophy. ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ, when you hear the word Marxism, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കുട്ടികൾ ഈ വാക്ക് കേൾക്കുന്നുണ്ട്, immediately they have a resistance, ഒരു പ്രതിരോധമാണ്. That is because most students associate the term Marxism with political parties. അതുണ്ടാവാൻ പാടില്ല. See, for example, the word left, L-E-F-T, left. If you look at the Oxford English Dictionary, you will understand the word left has only one meaning. Left എന്ന വാക്കിന്റെ അർത്ഥം പ്രോഗ്രസീവ് എന്നാണ്, പ്രോഗ്രസ്. സോ പാശ്ചാത്യരുടെ ഇടയിൽ ഒരു ചോദ്യം തന്നെയുണ്ട്, ആർ യു എ ലെഫ്റ്റിസ്റ്റ് എന്ന് ചോദിച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു പുരോഗമനവാദിയാണോ എന്നല്ല, ഇടതുപക്ഷക്കാരനല്ല, ഒരു പാർട്ടിക്കാരനാണോ എന്നാണ്. സോ അങ്ങനൊരു പ്രതിരോധം മനസ്സിലുണ്ടാവാൻ പാടില്ല. Don't associate Marxism with any political party. Don't link the word left with any political equation you have in Kerala or India or abroad. അത് മനസ്സിൽ നിന്ന് കളയണം. ഇത് നമുക്ക് ഒരു അക്കാഡമിക് പഠന തലം മാത്രമാണ് എന്ന് മനസ്സിൽ ആദ്യമായിട്ട് കരുതണം. So we will start off. പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ടെങ്കിൽ ഞാൻ അത് ബ്രീഫായിട്ട് ഡിഫൈൻ ചെയ്ത് പോകാം. ബിക്കോസ് സംടൈംസ് യു വിൽ റീഡ്, പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പം ചില പദക്കൂട്ടുകൾ വരും ദാറ്റ് മേ ബി അസോസിയേറ്റഡ് വിത്ത് മാർക്സിസം. അതറിഞ്ഞിരിക്കേണ്ടി വരും. അങ്ങനെ അതും ഞാനൊന്ന് ലഘുവായിട്ട് പറഞ്ഞ് പോകാം. So Marxism, first you should understand, was a philosophy that became popular with the publication of the Communist Manifesto by Friedrich Engels and Karl Marx in 1948. Now you should understand that this period, say for example from 1948 to 1900, വളരെ നിർണായകമായ ഒരു കാലമാണ്. പ്രത്യേകിച്ച് 3 ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ 3 ചിന്താ പദ്ധതികൾ ഈ മനുഷ്യ സമൂഹത്തിനെ ഒക്കെ മാറ്റിമറിച്ചതിനെ പറ്റി ഒന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകാം. In 1948 you have Communist Manifesto being published. ഇതൊരു ബൃഹത് ഗ്രന്ഥമൊന്നുമല്ല. ഇറ്റ് ഇസ് ഇൻസൈഡ് 70 pages. വേണമെങ്കിൽ നമുക്കിന്നൊരു മോണോഗ്രാഫ് എന്നോ ഒരു ഡിസർട്ടേഷൻ എന്നോ പറയാം. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തപ്പോൾ, ഈ ഗ്രന്ഥം പബ്ലിഷ് ചെയ്തപ്പെട്ടപ്പോൾ what happened? It shook the foundations of human society. മനുഷ്യ സമൂഹത്തിന്റെ അടിത്തറയെ അത് വല്ലാതെ പിടിച്ചു കുലുക്കി. കാരണം എന്താ? അവര് ലഘുവായിട്ട് വാദിച്ചത് ഒരു കാര്യം, the history of the whole world, ഈ ലോക ചരിത്രം മൊത്തം നമ്മൾ പരിശോധിക്കുമ്പം you will understand that the history of the world is one of class struggles. വർഗസമരമാണ് ഒരു ലോകത്തിന്റെ വളർച്ചയുടെ ഒരു കാര്യം. And they went on to say that every society is divided into 2 classes. The bourgeoisie and the proletariat. Bourgeoisie എന്ന് പറഞ്ഞാൽ owners of means of production, landlords, ലഘുവായിട്ട് പറഞ്ഞാൽ മുതലാളിമാർ. And the second group is called the proletariat or the working class, തൊഴിലാളികളാണ്. ഇവർ
തമ്മിലുള്ള നിരന്തരമായ സംഘർഷമാണ് ഒരു ചരിത്രത്തിൽ നടക്കുന്നത്, ഒരു ദേശത്ത് നടക്കുന്നത്. ആൻഡ് ദേ വെന്റ് ഓൺ ടു സേ, ഒരു എക്സ്ട്രീം ലെവലിലേക്ക് അവരുടെ ഈ ചിന്ത കൊണ്ടുപോയി. ആൻഡ് ദേ സെഡ് this conflict of class struggle between the bourgeoisie and the proletariat, അവസാനം the proletarians would overthrow the bourgeoisie and they would seize control of power, and കാലക്രമേണ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ നടപ്പാകുന്നതോടുകൂടി from each according to his means to each according to his ends, ഒരുവന്റെ ആവശ്യാനുസരണം മാത്രം പ്രവർത്തനങ്ങളും പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതോടുകൂടി ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം പോലും വേണ്ടാതെ വരും. ബിക്കോസ് ഇഫ് എവറിത്തിങ് ഇസ് ഗോയിങ് വെൽ, എല്ലാം നല്ല ബാലൻസിൽ അടുക്കും ചിട്ടയും സമത്വത്തോടെ പോകുന്ന, യു ഡോണ്ട് നീഡ് എ സ്റ്റേറ്റ്, ആൻഡ് ദ സ്റ്റേറ്റ് വുഡ് വിതർ അവേ, ഈ സ്റ്റേറ്റ് തന്നെ കൊഴിഞ്ഞു പോകും എന്നൊരു ചിന്താപദ്ധതിയാണ് മാർക്സിയൻ ഫിലോസഫി മുന്നോട്ട് വെച്ചത്. Class conflict between the bourgeoisie and the proletarians. The proletarians will overthrow the bourgeoisie and come to power, and gradually the state would wither away. Socialism. This is 1848. At almost around this period, you have another important work called The Origin of Species by Charles Darwin. Marxism shook the foundations of society. സൊസൈറ്റിയുടെ അടിത്തറ ഇളക്കി, ചിന്താപദ്ധതികളെല്ലാം തകിടം മറിച്ചു. And here comes another important work called The Origin of Species. അതെന്ത് പറഞ്ഞു? That, ലളിതമായിട്ട് പറഞ്ഞാൽ, വളരെ ട്രിവിയലാക്കി പറഞ്ഞാൽ, that our forefathers were monkeys. നമ്മൾ ഇവോൾവ് ചെയ്ത് വന്ന ജീവികളാണ്, നമ്മുടെ forefathers monkeys ആണ്. ഇപ്പൊ ഇവല്യൂഷന്റെ സിദ്ധാന്തം വന്നപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ സുവോളജിക്കൽ പാറ്റേൺസ്, ഇത്തരം ധാരകളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. Tremendous changes in the thought processes of man, human beings ഒക്കെ വന്നു. And by 1900 you have Sigmund Freud publishing his important work, The Interpretation of Dreams. ഈ കാലമായപ്പോഴത്തേക്ക് അപ്പം സമൂഹത്തിന്റെ അടിത്തറ ഇളക്കി, മനുഷ്യ ശരീരത്തിന്റെ അനാറ്റമിയുടെയും സുവോളജിയുടെയും ഒക്കെ അടിത്തറ ഇളകി. ആൻഡ് ഹിയർ കംസ് സിഗ്മണ്ട് ഫ്രോയിഡ് ആർഗ്യൂയിങ് that the human mind is divided, the conscious and the unconscious mind. The human mind can be analyzed. Human dreams, മനുഷ്യന്റെ സ്വപ്നങ്ങൾ നമുക്ക് ഡിസൈഫർ ചെയ്യാം, വ്യാഖ്യാനിക്കാം, മനസ്സിനെ ചികിത്സിക്കാം. ഇങ്ങനെ പദ്ധതികളും കൂടി പുറത്തു വരും. ആൻഡ് സോ സോഷ്യൽ, സുവോളജിക്കൽ, മെന്റൽ, സൈക്കോളജി, ഇങ്ങനെ എല്ലാവരെയും തകിടം മറിക്കുന്ന ചിന്താ പദ്ധതികൾ ആ ഒരു 50 yearsനകത്ത് വന്നു. ഇതിനെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് മോഡേണിറ്റിയിലേക്ക് എത്താൻ തന്നെ പറ്റത്തുള്ളൂ, എന്ന ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ ദിസ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് മാർക്സിസം. A simple, broad understanding of Marxism, especially suited for literature students. Because Marxism for philosophy students is one thing, for economic students is another thing, for sociology and anthropology students it's another thing, for feminists it's another thing. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും മാർക്സിസം വെവ്വേറെയാണ്. നമുക്ക് ഈ ചെറിയ നമ്മുടെ കാലത്തിനകത്ത് വി കനോട്ട് മാസ്റ്റർ ഓൾ ദിസ്. ഇത് മൊത്തം നമുക്ക് മാസ്റ്റർ ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥങ്ങളെ സമീപിക്കാൻ മാർക്സിയൻ തിയറി എങ്ങനെ ഉപയോഗിക്കാം? How can we use Marxist philosophy, Marxist aesthetics to understand the text we are studying? അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അർത്ഥം.
That would be the focus of our talk. So Marxism also should be again divided into two parts. One is conventional orthodox Marxism. എന്ന് പറഞ്ഞാൽ കാൾ മാർക്സും ഫ്രെഡറിക് ഏഞ്ചൽസും ഒക്കെ ആധികാരികമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന മാർക്സിസം, അണുവിട മാറാതെ അതിൽ നിന്ന് നിൽക്കുന്ന ഒരു മാർക്സിസം. There is also a second part which is called neo-Marxism. New Marxism. As every philosophy has to change. കാരണം മാർക്സ് തന്നെ പറയുന്ന ഒരു വാദമുണ്ട്, there is only one thing that does not change and that is change. മാറ്റമാണ് ഒരിക്കലും മാറ്റമില്ലാതിരിക്കാൻ പറ്റാത്തതെന്ന് പറയും. So change is very, very important. So there is also neo-Marxism. മാർക്സിസത്തിനകത്ത് മാറ്റങ്ങൾ, റിവിഷൻസ് ഒക്കെ വരുത്തിയതിൻ്റെ ഒരു മാർക്സിസം കൂടിയുണ്ട്. അത് ഞാനൊന്ന് സ്പർശിച്ചു പോകുന്നതായിരിക്കും. So we'll start off by looking like this. Literature must be understood in relation to historical, social reality. അതാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മാർക്സിസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇതായിരിക്കണം. എന്ത്? ദാറ്റ് ഇസ്, when you look at literature or when you try to understand art, what must happen? Literature must be understood in relation to historical and social reality. ചരിത്രപരവും സാമൂഹ്യപരവുമായ യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെടുത്തി വേണം നമുക്ക് ലിറ്ററേച്ചറിനെയും കലയും ഒക്കെ നോക്കി കാണാൻ. പറഞ്ഞാൽ ലിറ്ററേച്ചർ ഇസ് നോട്ട് എൻ ഐസൊലേറ്റഡ് ഓബ്ജക്റ്റ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന, മാറി നിൽക്കുന്ന ഒരു ഓബ്ജക്റ്റ് അല്ല സാഹിത്യം, കല എന്നൊക്കെയുള്ളത്. യു കൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, യു കൻ appreciate it only if you look at it in relation to historical and social. അതാണ് മാർക്സിസത്തിന്റെ ഒരു സ്റ്റാൻഡ് പോയിന്റ്, ഒരു അടിത്തറ. അതാണ്. ദാറ്റ് മീൻസ് എന്താ? അതിന്റെ ലളിതമായിട്ട് പറഞ്ഞാൽ, യു കനോട്ട് ഇഗ്നോർ ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ റിയാലിറ്റി. ചരിത്രവും സാമൂഹ്യ യാഥാർത്ഥ്യവും മറന്നിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പം മാർക്സിസം പിന്നെ ഇച്ചിരി മുന്നോട്ട് പോകുന്നു. എന്ത് പറയുന്നു? മാർക്സിസം സേസ് this society has two parts. ഇത് ഓവർ സിംപ്ലിഫിക്കേഷൻ ആയിട്ട് തോന്നാം, പക്ഷെ അതേ മാർഗമുള്ളൂ. One is called the base, B-A-S-E, base. This is called the economic base of society. ഒരു സൊസൈറ്റിയുടെ ബേസ് അടിത്തറ. എന്താണ് ആ അടിത്തറ? എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വെൽത്ത്, ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഫാക്ടറീസ്, ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഓണേഴ്സ്, ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ക്യാപിറ്റൽ, മൂലധനം. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ബേസ്, അടിത്തറ. ഈ ഇക്കണോമിക് ബേസ് ഓഫ് സൊസൈറ്റി determines the nature and structure of institutions, literature, art, music, ideology, etc. അപ്പം ഈ economic base is so strong because it is made up of money, it is made up of wealth, it is made up of machines, it is made up of factories, it is made up of owners, it is made up of property, it is made up of landowners. ഇവരെല്ലാം കയറുന്ന ലളിതമായിട്ട് നമ്മൾ പറഞ്ഞ മുതലാളി വർഗം. അതാണ് ബേസ്. അതിന്റെ അടിത്തറയുണ്ടല്ലോ, അതാണ് അടിത്തറ. And this base is so strong, Marxism argues, that it can determine, തീരുമാനിക്കാം, എന്ത്? The nature and structure, സ്വഭാവവും ഘടനയും എന്തിൻ്റെയൊക്കെ? ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കോടതി, കോളേജ്, ഹോസ്പിറ്റൽ, ലീഗൽ സിസ്റ്റം, ഇങ്ങനെ പലതും. ലിറ്ററേച്ചർ, ഒരു സമൂഹത്തിൽ എഴുതപ്പെടുന്ന സാഹിത്യത്തിനെ ഇത് സ്വാധീനിക്കാൻ കഴിയും, മ്യൂസിക്കിനെ സ്വാധീനിക്കാനും.
മാത്രമല്ല ഐഡിയോളജി, വെരി ഇമ്പോർട്ടന്റ് വേർഡ് ഇൻ മാർക്സിയോളജി. പറയും പ്രത്യയശാസ്ത്രം. പ്രത്യയശാസ്ത്രം നമ്മൾ പറയാറുണ്ട്, നമ്മൾ കുടിക്കുന്ന ചായ ഏത് എന്ന് പോലും നമ്മുടെ ഐഡിയോളജി വെളിപ്പെടുത്തും. നമ്മൾ കണ്ണൻ ദേവന്റെ ചായയാണോ, റെഡ് ലേബിൾ ചായയാണോ, ശബരി ചായയാണോ? ദിസ് നമ്മുടെ ഐഡിയോളജി വെളിപ്പെടുത്തുന്നു. ഐഡിയോളജിയിലേക്ക് വരും. Simply means a set of beliefs, habits, നിലനിൽക്കുന്ന വിശ്വാസ പ്രമാണങ്ങള്, ആചാര അനുഷ്ഠാനങ്ങള്, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഐഡിയോളജി അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം. ഇരിക്കാൻ കഴിവുണ്ട് ആർക്ക്? ബേസ്. The base is so powerful. നമ്മളൊരു വീടിന്റെ ഫൗണ്ടേഷൻ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ഡിസൈൻ തീരുമാനിക്കുന്നു. If you have a square foundation, it is not easy to build a round house. The base determines or influences the nature and structure of ideology, institutions, literature, etc. അപ്പൊ നമ്മൾ പിന്നെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലിറ്ററേച്ചർ, ഐഡിയോളജി, ആർട്ട്, ആർക്കിടെക്ചർ, ഇതിനെയെല്ലാം മാർക്സിസത്തിൽ പറയുന്നത് സൂപ്പർ സ്ട്രക്ചർ ആണ്. അടിത്തറ, ബേസ്. ആ ബേസേൽ കെട്ടിപ്പൊക്കുന്ന എന്തിനേയും നമ്മൾ സൂപ്പർ സ്ട്രക്ചർ. So we can, in very simple terms, we can say that the superstructure is determined by the base. The base is so powerful that anything that is built on it would be influenced and determined by that. ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു പാട്ടുണ്ടാക്കിയാൽ നമ്മുടെ ബേസിന്റെ സ്വാധീനം ആ പാട്ടിൽ വരും. ഒരു നൃത്തം രൂപപ്പെട്ടാൽ അതിന്റെ സ്വഭാവം ബേസിനെ ആസ്പദമാക്കിയായിരിക്കും വരുന്നത്. തർക്കിക്കാൻ ഒരുപാട് സ്കോപ്പുള്ള ഒരു ഏരിയ ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ നമുക്ക് മാർഗമില്ലാത്തതുകൊണ്ട് വിൽ ഗോ ഫോർവേഡ്. സോ ദ ബേസ് ഡിറ്റർമിൻസ് ദ നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി സൂപ്പർ സ്ട്രക്ചർ. See, there are many critics who believe that this sort of Marxism is vulgar Marxism. Orthodox, ദുശാഠ്യം, കാർക്കശ്യം നിറഞ്ഞ മാർക്സിസ്റ്റ് ചിന്താഗതിയാണ് എന്ന് പറയുന്നവരുണ്ട്. എന്ത്? Arguing that the superstructure is determined by the base is vulgar. Vulgar Marxism ആണ്. സൂപ്പർ സ്ട്രക്ചറിന് ബേസിനെ അതിലംഘിക്കാനും ട്രാൻസെൻഡ് ചെയ്യാനും ഒക്കെ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയാണ് നമ്മൾ പിന്നെ we will later call them neo-Marxists. Now, there are some writers and critics, for example, the famous critic Christopher Caldwell, C-A-U-D-W-E-L-S, Christopher Caldwell. അദ്ദേഹത്തിന്റെ ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റി. ഇല്യൂഷൻ റിയാലിറ്റി, ഹി ഈസ് സ്പീക്കിംഗ് അബൌട്ട് വിക്ടോറിയൻ പോയട്രി. ഞാൻ എക്സാമ്പിളിലൂടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വേണ്ടായിരിക്കാം. But basic. So Christopher Caldwell's famous work, Illusion and Reality, which is a work on Victorian poetry. നമ്മുടെ മാത്യു ആർണൽഡിന്റെയും ടെന്നിസണിന്റെയും ബ്രൗണിങ്ങിന്റെയും ഒക്കെ കാലം. It is a work on Victorian poetry. This work is one fine example where you see conventional Marxism being followed thoroughly. പൂർണ്ണമായിട്ട് കൺവെൻഷണൽ മാർക്സിസ്റ്റ് ശൈലിയിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണത്.
There is another famous critic called George Lukács, Lukacs. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഹി സേസ്, I agree. എന്ത്? Literature reflects socio-economic reality. I agree. But, തുടർന്ന് പറയുന്നത്, but this equation is not very simplistic. പക്ഷെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു പറയുന്നത് അത്ര ലളിതമായ ഒരു കാര്യമേ അല്ല. ഹലോ, someone wants to respond or say anything? Yes. കേൾക്കുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ? സ്പീഡ് മാറ്റണോ? Okay, you want me to repeat the point? Okay, fine. Yeah. See, അപ്പം നമ്മള് I was speaking about George Lukács. അവൻ ജോർജ് ലൂക്കാച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ ബേസ് സൂപ്പർ സ്ട്രക്ചർ തിയറി അംഗീകരിക്കുന്നു. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് വരുമ്പോ ഇപ്പം ക്ലിയർ ആവും. ജസ്റ്റ് വെയിറ്റ് ഫോർ എ മോമെന്റ്. He agrees that literature reflects socio-economic reality. സാഹിത്യം, ലിറ്ററേച്ചർ എന്ന് ഞാൻ പറയുന്നത് നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ്. പക്ഷെ ആർട്ട് എന്തായാലും കല സാമൂഹ്യ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കും. അദ്ദേഹം പറഞ്ഞിട്ട് പറയുന്നു, ബട്ട് ഇറ്റ് ഇസ് നോട്ട് വെരി സിമ്പിൾ. അങ്ങനെ മൊത്തമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അവിടെ ഇപ്പൊ ഈ പോയിന്റ് ഞാൻ പറയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം വെരി ക്ലിയർ. കാരണം ഗ്രേറ്റ് വർക്ക്സ് don't just reproduce dominant ideologies but also critiques these ideologies. ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് ലളിതമാക്കി തരാം. അദ്ദേഹം പറയുന്നു, ഈ ബേസിന്റെ സ്വാധീനം കടുപ്പമാണെന്ന് ഞാൻ സമ്മതിക്കുന്നതിനോടൊപ്പം ഗ്രേറ്റ് വർക്ക്സ്, ഗ്രേറ്റ് ഉദാത്തമായ വർക്ക്സ് don't just reproduce dominant ideologies. ഈ ഡോമിനന്റ് ആയിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്ക് അടിമപ്പണി ചെയ്യുക മാത്രമല്ല ഗ്രേറ്റ് വർക്ക്സ് ചെയ്യുന്ന, പിന്നെന്താ, ബട്ട് ഓൾസോ ക്രിറ്റിക്സ്, CRITIQUES. ക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ക്രിറ്റിസിസം വിമർശനം, ക്രിറ്റിക് വിമർശം. ലളിതമായിട്ട് പറഞ്ഞ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിറ്റിസിസം ആൻഡ് ക്രിറ്റിക് എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് ഐ എം മേക്കിംഗ് ഇറ്റ് വെരി സിമ്പിൾ. ക്രിറ്റിസിസം മീൻസ് appreciating a work, saying it's good or bad. Critique എന്ന് പറഞ്ഞാൽ saying something with the intention of correction. എന്തോ തിരുത്താൻ വേണ്ടി പറയുന്നതിനെയാണ് നമ്മൾ ക്രിറ്റിക് എന്ന് പറയുന്നത്. ക്രിറ്റിസിസം വെറും ഒരു അപ്രിസിയേഷൻ ലെവലിൽ മാത്രം നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടു ക്രിസ്റ്റഫർ കോഡ്വെൽ, അദ്ദേഹം കൺവെൻഷണൽ മാർക്സിസത്തിനെ അതേപോലെ പാലിക്കുന്നു. ജോർജ് ലൂക്കാച്ച് പറയുന്നു, ഞാൻ സമ്മതിക്കുന്നു, ബേസിന്റെ സ്വാധീനം ഉണ്ട്, ദർ ഇസ് റിഫ്ലക്ഷൻ of socio-economic reality, but he goes on to say, great works, വമ്പൻ കൃതികൾ, don't just reproduce dominant ideologies. വെറും ബേസിന്റെ സ്വാധീനം ഡോമിനന്റ് പ്രത്യയശാസ്ത്രങ്ങളെ അടിമപ്പെട്ടല്ല പ്രവർത്തിക്കുന്നത്, ബട്ട് ഓൾസോ, മറിച്ച് അതിനെ വിമർശത്തിന്, ക്രിറ്റിക്കിന് ഇടവരുത്തുകയും കൂടി ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ചുമ്മാ പറഞ്ഞാൽ പോരാല്ലോ, നമുക്ക് എക്സാമ്പിൾസ് വേണമല്ലോ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇഫ് യു ലുക്ക് അറ്റ് ദ ഗ്രേറ്റ് ഫ്രഞ്ച് നോവലിസ്റ്റ് ലൈക്ക് എമിലി സോള, Zola, and Flaubert, FLAUBERT. എമിലി സോളയും ഫ്ലോബേറിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 19th century നോവലിസ്റ്റുകളാണ്, റിയലിസ്റ്റിക് നോവലിസ്റ്റുകളാണ്. റിയലിസം, യഥാർത്ഥ രചനാ രീതിക്കാണ് റിയലിസം
എന്ന് പറയും. നമ്മുടെ തകഴി കേശവദേവൊക്കെ മലയാളത്തിൽ ചെയ്യുന്നുണ്ട്. യഥാതഥമായ രചനാ സമ്പ്രദായം. അവരെന്ത് ചെയ്തു? They are not just simply writing realistic works, പക്ഷെയോ they are incorporating contradictions within bourgeois society. അവര് വെറുതെ റിയലിസ്റ്റിക് ആയിട്ടൊരു കാര്യം പറഞ്ഞു പോവുമല്ല, മറിച്ച് in their writing they are also knowingly or unknowingly incorporating കോൺട്രഡിക്ഷൻസ് ഓഫ് ബൂർഷ്വാ സൊസൈറ്റി. ബൂർഷ്വാ സൊസൈറ്റിയിലെ വൈരുദ്ധ്യങ്ങളെ പറ്റി അവര് എഴുതുകയും ചെയ്യും. അപ്പം വെറും സിമ്പിൾ ബേസ് സൂപ്പർ സ്ട്രക്ചർ തിയറി എപ്പോഴും വിജയിക്കണമെന്നില്ല, ശരിയാവണമെന്നില്ല. there are changes. എന്നിട്ട് ലൂക്കാച്ച് തുടരുന്നു. LUKACS, ലൂക്കാച്ച് നമ്മൾ നേരത്തെ കണ്ടു. ലൂക്കാച്ച് പറയുന്നു, ഈ പല കൃതികളുടെയും പ്രശ്നം, വൺ ഓഫ് ദ ബിഗസ്റ്റ് പ്രോബ്ലംസ്, എന്താ ഒരു ശബ്ദമുണ്ടോ? എന്റെ എരപ്പാണോ അതോ നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്ന, നിങ്ങളുടെ ഓഡിയോ വല്ലതും ഓൺ ആവുന്നതിന്റെ വല്ലതുമാണ് ഒരു എരപ്പ് വരുന്നത്? ഞാൻ പറയുന്നത്, ഇസ് ഇറ്റ് ഓഡിബിൾ ക്ലിയർ? someone? Yes. Okay, fine. Thank you. So, ലൂക്കാച്ച് പറയുന്നത് എന്താണ്? In literature there is a big problem. There are many works mostly on techniques and strategies. പരീക്ഷണങ്ങളിലും ഫോംസിലും ടെക്നിക്സിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പല കൃതികളുമാണ്. They don't focus on content. ഉള്ളടക്കത്തിൽ അവർ ഫോക്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത്തരം കൃതികളെ മാർക്സിസ്റ്റ് വിമർശകര് ഇഷ്ടപ്പെടുന്നതേയില്ല. Why? They don't like works which focus too much on strategies, styles. They want works to focus on content. ആരാ സംസാരിക്കുന്ന ഇടയ്ക്കൂടെ? ഹലോ, ഭയങ്കര ശബ്ദം. ഞാനൊരിക്കൽ ടേക്ക് ഓഫ് ദി ഹെഡ്ഫോൺ എന്റെ ചെവിയിൽ നിന്ന് മാറ്റിയേക്കാം. പിയരപ്പം ചിലപ്പം പ്രശ്നമാകത്തില്ലായിരിക്കും. എന്നിട്ട് കേൾക്കുന്നില്ല എങ്കിൽ പോസ്റ്റ് എ മെസ്സേജ്. ഓക്കെ. അതാണ് ആരോ പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്റ്റർബ്. ഞാനും അത് തന്നെ പറയുന്നു. എക്സാക്ട്ലി ഭയങ്കര കാറ്റിന്റെ ശബ്ദം. ഇസ് ഇറ്റ് ഫ്രം മൈ മൈക്ക്? Wind, someone said it well, wind rustling, exactly. എന്റെ ഇവിടെ കാറ്റിന്റെ ശല്യം കുഞ്ഞില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ചിൽഡ്രൻ സൗണ്ട്. ഈ വീട്ടിൽ ചിൽഡ്രനും ഇല്ല. വീണ്ടും തുടങ്ങി. ഓക്കെ, എന്തെങ്കിലും വലിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് തരാം. അതായിരിക്കും പ്രശ്നം. ഇഫോ എവ്രി വൺ കീപ്സ് ഇറ്റ്സ് ഗോൺ നൗ, റൈറ്റ് നൗ. ഓക്കെ, സോ ഐ തിങ്ക് someone had their mic on. Okay, fine, thank you. Now please keep your mic muted and listen to me. കാരണം you cannot unmute yourself. Okay, fine. പക്ഷെ പിന്നെ എങ്ങനെ ശബ്ദം വന്നു?
പക്ഷെ ഇപ്പൊ ഓക്കെ ആയി. അപ്പൊ നമുക്ക് വിൽ സി വാട്ട്സ് ഹാപ്പനിങ്. വളരെ ടെക്നിക്കൽ ഇതാണോ എന്ന് നോക്കാം. ഓക്കെ. Critics like Lukács, who criticize works which focus too much on technique, style. കാരണം മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിന്റെ ഒരു വലിയ പ്രാധാന്യമാണ് കണ്ടന്റിന്റെ പ്രാധാന്യം. ദാറ്റ് ഈസ് യു ഷുഡ് ഹാവ് ഫോക്കസ് ഓൺ കണ്ടന്റ്. ഉള്ളടക്കമാണ് പ്രധാനം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ ഉണ്ട്. Now, മാർക്സിസം അതിന്റെ ഫിലോസഫിയിൽ പറയുന്ന ചില പോയിന്റ്സ് ഉണ്ട്. എന്താണ്? 1, കോമൺ ഓണർഷിപ്പ്. എല്ലാം കോമൺ ഓണർഷിപ്പിലായിരിക്കും. 2, there should be a classless society. There should not be many classes. It should be a classless society. And Marxism, ഇതാണ് പ്രധാനം. Marxism looks for concrete, scientific, logical explanations of the world of observable fact, nothing beyond the natural world. ഇതാണ് മാർക്സിസത്തിന്റെ മർമ്മം. എന്താണത്? Marxism believes in common ownership. Marxism believes in a classless society. It is a materialist philosophy. And next is, Marxism looks for concrete, opposite abstract. It looks for concrete, scientific, logical explanations. വളരെ ശാസ്ത്രീയമായ യുക്തിപരമായ എക്സ്പ്ലനേഷൻസ് മാർക്സിസം ആവശ്യപ്പെടുന്നു. ഒബ്സർവബിൾ ഫാക്ട്. ഈ നമ്മൾ കാണുന്ന നിരീക്ഷിക്കുന്ന ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് കോൺക്രീറ്റ്, സയന്റിഫിക്, ലോജിക്കൽ എക്സ്പ്ലനേഷൻസ് എല്ലാത്തിനെയും പറ്റിയും വേണം. ബിലീവ് ദാറ്റ് ദർ ഇസ് നത്തിങ് ബിയോണ്ട് ദ നാച്ചുറൽ വേൾഡ്. നമ്മൾ ഈ കാണുന്ന നാച്ചുറൽ വേൾഡിനപ്പുറം എന്ന് പറഞ്ഞാൽ സ്പിരിച്വലായിട്ട്, ആത്മീയമായിട്ട് അങ്ങനെയൊന്നും ഒരു സാധനവും. ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് idealist philosophy, Marxism. Marxism does not believe in idealism. Idealismത്തിന് ഒരു മാതൃകാപരമായ സമൂഹം എന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുക. ഐഡിയലിസം, ആശയാധിഷ്ഠിതമായ ഒരു സമൂഹത്തിലല്ല വിശ്വസിക്കുന്നത്. മാർക്സ് തന്നെ പറയുന്നുണ്ട് എന്താണ്? Other philosophies tries to understand the world, but Marxism tries to change it. മറ്റ് തത്വചിന്താ പദ്ധതികളെല്ലാം ലോകത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി രചിക്കപ്പെട്ടതാണ്. ബട്ട് മാർക്സിസം എഴുതിയത് എന്തിനാണ്? ടു ചേഞ്ച് ദ വേൾഡ്, ടു ട്രാൻസ്ഫോം ദ വേൾഡ്. പുതിയ ലോകം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. എന്നിട്ട് അവർ പറയുന്നു, one of the biggest problems Marxism traces in society, സമൂഹത്തിൽ മാർക്സിസം ട്രേസ് ചെയ്തെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു there is exploitation of one അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അവസ്ഥ നിലനിൽക്കും. ടു ഏലിയനേഷൻ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഏലിയനേഷനിലേക്ക്, അന്യവൽക്കരണത്തിലേക്ക് നയിക്കാൻ സാധ്യത എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഒരു ബേസിക് സ്ട്രക്ചറായിട്ട് നമ്മൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പോയി. ഇനി നമുക്ക് we will see some points associated with Marxism and continue. So one basic argument put forth by Marxism is, this world in which we are living, നമ്മളിപ്പം ജീവിച്ചിരിക്കുന്ന ലോകം, ഇത് മുന്നോട്ട് നമ്മളെ നയിക്കുന്ന ഇറ്റ് ഇസ് ഐഡിയാസ്, ആശയങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, മനുഷ്യരല്ല.
ഇറ്റ് ഇസ് നോട്ട്, അതുകൊണ്ടാണ് നമ്മൾ മാർക്സിസത്തിൽ വ്യക്തികൾക്ക് പ്രാധാന്യം ഇല്ല എന്നൊക്കെ പറയുന്നത്. ആൻഡ് ദിസ് വേൾഡ് ഗോസ് ഫോർവേഡ് ത്രൂ ഐഡിയാസ് ആൻഡ് നോട്ട് ബൈ men. That becomes very important. Next point, the way നമ്മൾ ഹ്യൂമൻ ബീങ്സ്, നമ്മൾ സാധാരണ മനുഷ്യർ, the way we think, the way we live in this world, the world controlled by ഇതിന്റെ സാമ്പത്തിക അടിത്തറയാണ് അതിനെല്ലാം സ്വാധീനം. Everything is defined by the economy of society, and changes class and changes in relations of production. നേരത്തെ ഞാൻ പറഞ്ഞു, struggle between the bourgeoisie and the proletarians. So one, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ഇക്കോണമിയാണ്, ഒരു സമൂഹത്തിന്റെ ഇക്കോണമിയാണ്, സാമ്പത്തിക ശാസ്ത്രമാണ്. നമ്പർ വൺ, ചേഞ്ചസ് ഇൻ സൊസൈറ്റി happen through class conflict or class struggles, and only then there would be changes in relations of production. നമ്മുടെ ജീവിതത്തിൽ, സമൂഹത്തിൽ മാറ്റങ്ങൾ വരാൻ ഈ ക്ലാസ് സ്ട്രഗിളിലൂടെ ഒരു പരിണാമം സംഭവിക്കുമ്പോൾ മാത്രമേ അത് നടക്കത്തുള്ളൂ. Every society, according to Marxism, every society there is a dominant class, ഒരു upper class, ഒരു ഭരണവർഗം society ഉണ്ട്. And when there is an upper class, there is also a lower class. So every society has a proletariat, and this conflict, varga samaram, between the two has to go on, and only then there would be changes in society. Now, Karl Marx and Friedrich Engels put forth the idea of historical materialism. Historical materialism. Materialism, ഭൗതികവാദം, ചരിത്രപരമായ ഭൗതികവാദം. എന്താണത്? മാർക്സ് വാദിക്കുന്നത് ഹിസ്റ്ററി ഓൾസോ ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ദി ഇക്കണോമിക് കണ്ടീഷൻസ്. ചരിത്രം പോലും ഹിസ്റ്റോറിക്കൽ, he goes on even to say that history is actually and economic. This is the term historical materialism. മാർക്സ് പറയുന്നത്, when you speak about historical materialism, you should understand that മെറ്റീരിയൽ, ഭൗതിക സാഹചര്യങ്ങൾ, ഒരു സമൂഹത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിനകത്ത് സാങ്കേതിക വിദ്യയുണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, and there are relations of production, and all this comprises history. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. All this is part of history, but this history is actually a function of the material conditions. So that is again one thing you have to keep in mind. Another important idea that Marx and Marxism puts forth is the idea of commodification. COMMFICAT. Through the terms,
ഈ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സന്നിവേശിപ്പിക്കാം. അതായിരിക്കാം നമുക്കൊരു പാറ്റേൺ. കാരണം അല്ലെങ്കിൽ ഇഫ് യു ഗോ ഓൺ ഇൻട്രൊഡ്യൂസിങ് മാർക്സിസം, ഇറ്റ് വിൽ ഗോ ഓൺ ആൻഡ് ഓൺ. Commodification, mode of valuing things not for their utility, but for their power to impress others or for their resale possibilities. Kando? According to Marxism, what is commodification? വസ്തുവൽക്കരണം. നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. എന്താണ്? ഒരു സാധനം നമ്മൾ വാങ്ങുന്നത് അതിൻ്റെ യൂട്ടിലിറ്റി കൊണ്ടല്ല. We buy a car not because we have any use, but for the power to impress others. ഈ കാർ നമ്മൾക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാം. മാത്രവുമല്ല, ഇതിന് റീസെയിൽ സാധ്യതകളുമുണ്ട്. യു ക്യാൻ സെൽ ഇറ്റ് ലേറ്റർ. ഇതിനാണ് നമ്മൾ കമ്മോഡിഫിക്കേഷൻ എന്ന് മാർക്സിസ്റ്റ് പാർലൻസിൽ, മാർക്സിസ്റ്റ് തിയറിയിൽ പറയുന്നത്. ദി ആറ്റിറ്റ്യൂഡ് of valuing things not for their utility, but to show the power to impress. Then commodification. Next very important idea related to Marxism is the very famous theory of dialectical materialism. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. Dialectical materialism. What is that? Dialectical materialism is the theory that history develops neither in a random fashion nor in a linear one. ഇതെല്ലാം സിമ്പിൾ ആക്കി തരാം. ഇത് ടെക്സ്റ്റിൽ നിന്ന് എടുക്കുന്ന ഒരു ഭാഗം ഞാൻ വായിച്ചിട്ട് തിരിച്ചു വരാം. Dialectical materialism is the theory that history develops neither in a random fashion nor in a linear one, but instead a struggle between contradictions that ultimately find resolution in a synthesis of the two sides. ലളിതമാക്കാം. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ തിയറി ദാറ്റ് ഹിസ്റ്ററി, ചരിത്രം വികസിക്കുന്നത്, മുന്നോട്ട് പോകുന്നത് വളരെ റാൻഡമായിട്ട് പിക്ക് ചെയ്തും ചൂസ് ചെയ്തും അല്ല, ലീനിയർ, നേരെയല്ല. പിന്നെ എങ്ങനെയാണ്? ബട്ട് ഇൻസ്റ്റഡ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ കോൺട്രഡിക്ഷൻസ്. കണ്ടോ? വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത്. ചരിത്രം മുന്നോട്ട് പോകുന്നത് വെറുതെ പിക്ക് ആൻഡ് ചൂസിലല്ല, വെറുതെ ലീനിയർ ആയിട്ട് മുന്നോട്ട് വെറുതെ അങ്ങ് പോവല്ല, ബട്ട് ഒരു സ്ട്രഗിൾ ആയിട്ടാണ്. എങ്ങനെ? കോൺട്രഡിക്ഷൻസ്, വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള കോൺട്രഡിക്ഷൻസ് തമ്മിലാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഫൈൻഡ് റെസല്യൂഷൻ ഇൻ ദ സിന്തസിസ് ഓഫ് ദ ടു സൈഡ്സ്. ഈ കോൺഫ്ലിക്റ്റ്, ഈ വൈരുദ്ധ്യങ്ങൾ തമ്മിൽ ഉള്ള സംഘർഷങ്ങൾ ഒടുവിൽ ഒരു സമന്വയത്തിലേക്ക്, ഒരു സിന്തസിസിലേക്ക് വന്ന് എത്തിനെയാണ് നമ്മൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ടേം ഇൻ മാർക്സിയൻ എസ്തെറ്റിക്സ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഹെഗലും ഈ ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, വി കൻ സേ വൺ പേഴ്സൺ സെയിങ്, ഐഡിയാസിന്റെ ലെവലിൽ വന്നാൽ വൺ പേഴ്സൺ സെയിങ് ദി എർത്ത് ഇസ് സ്ക്വയർ. ദി എർത്ത് ഇസ് സ്ക്വയർ. അതൊരു തീസിസാണ്. തീസിസ്. രണ്ടാമത്തെ ആള് പറയുന്നു ദി എർത്ത് ഇസ് ട്രയാങ്കുലർ. അത് ആന്റിതീസിസ് ആണ്. ഒരാൾ പറഞ്ഞു സ്ക്വയർ ആണ്, ഒരാൾ ആന്റിതീസിസ് എതിർത്ത് പറഞ്ഞു ദി എർത്ത് ഇസ് ട്രയാങ്കുലർ, ആന്റിതീസിസ്. ഇത് രണ്ടും കൂടെയുള്ള കോൺട്രഡിക്ഷനിൽ കൂടി നമ്മളൊരു സിന്തസിസിലെത്തുന്നു. എന്ത്? ദി എർത്ത് ഇസ് റൗണ്ട്. സോ ഇത്തരം സൊസൈറ്റിയും ഹിസ്റ്ററിയും മുന്നോട്ട് പോകുന്നതും ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ കൂടി തന്നെ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഇസ് Reflectionism. 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 What is reflectionism? Reflectionism is a theory, നേരത്തെ നമ്മൾ കണ്ടു, that the superstructure of a society
mirrors its economic base and by extension a text reflects the society. ഇത്രയും ഞാൻ ടെക്സ്റ്റ് എന്നുള്ള ഭാഗം ഒന്ന് വായിച്ചു മാത്രമേ ഉള്ളൂ. അത് മനസ്സിലൊന്ന് ഇട്ടുകൊണ്ടാൽ മതി. അത് simply it means the theory that the superstructure reflects the economic base. എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ബേസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന എല്ലാമായിരിക്കും നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കലയിലും സാഹിത്യത്തിലും ഐഡിയോളജിയിലും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ നമ്മൾ സൃഷ്ടിച്ചേക്കാം. പക്ഷെ അതിലെല്ലാം ബേസിന്റെ അടിത്തറയുടെ ഒരു റിഫ്ലക്ഷൻ കാണും. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറിയാണ്. അടുത്തത് ഏലിയനേഷൻ. അത് ലളിതമായിട്ട് പറയാം. See, according to Marxism, all laborers, ഈ തൊഴിലാളി വർഗങ്ങൾ എല്ലാം, in a capitalist society, all laborers face a problem called alienation, അന്യവൽക്കരണം. കാരണം എന്താ? Because the workers are unhappy, the workers feel that they are aliens because they are not aware of the product they create in a holistic manner. അവർ സൃഷ്ടിച്ച ഉൽപ്പന്നങ്ങൾ മൊത്തമായിട്ട് അവർ സൃഷ്ടിച്ചതാണ് എന്നും അതിന്റെ ഉപയോഗം അവർക്ക് ഗുണം ചെയ്യുമെന്നും ഒരു ഫീലിംഗ് അവർക്ക് ഒരിക്കലും ഉണ്ടാവുന്നില്ല. ബിക്കോസ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഓരോ വർക്കറും സൃഷ്ടിക്കുന്ന ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഭാഗികമായിട്ടേ അവനുണ്ടാക്കുന്നു. He is not creating the product fully as an agriculture. അഗ്രികൾച്ചറിൽ അവൻ തന്നെ ഭൂമി കിളയ്ക്കുന്നു, അവൻ തന്നെ വെള്ളം നനയ്ക്കുന്നു, അവൻ തന്നെ കൃഷി വിത്തിടുന്നു, അവൻ തന്നെ കൊയ്യുന്നു, എല്ലാം പ്രോഡക്ട്സ്. He gets the happiness out of it. But in a capitalist society, no worker gets this happiness which a worker gets from agriculture, because he works only partially in the production of a product. ഒരു ഉൽപ്പന്നത്തിന്റെ സൃഷ്ടിയിൽ അവൻ ഭാഗികമായിട്ടേ അവന്റെ സേവനം അവന് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ടെന്താ? The laborer feels that he does not produce what he consumes, and he does not produce what he consumes. അവൻ ഉണ്ടാക്കുന്ന ഒന്നും അവൻ കൺസ്യൂം ചെയ്യുന്നില്ല, അവൻ കൺസ്യൂം ചെയ്യുന്ന ഒന്നും അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് അവനെ എന്ത് ചെയ്യും? അവനെ ഏലിയനേറ്റഡ് ആക്കും. He becomes alienated from society. He gets alienated from the place of work. And as an individual, he becomes fragmented. അവൻ ഒരു തൊഴിലാളി എന്ന രീതിയിൽ അവൻ ശൈഥില്യം നേരിടുകയും ശിഥിലമാകുകയും ചെയ്യുന്നു. അതൊരു തരം ഏലിയനേഷൻ. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഏലിയനേഷൻ എന്താണ്? He doesn't produce what he consumes. And he doesn't consume what he produces. അപ്പൊ അവന് ഒരു തരം ഏലിയനേഷൻ വരുന്നു. അവൻ സൃഷ്ടിക്കുന്നത് അവൻ ഉപയോഗിക്കുന്നില്ല, അവൻ ഉപയോഗിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. So he does not have an attachment to the produce. Partially being a part, so he becomes alienated. അത് ഒരു തരം ഏലിയനേഷൻ. രണ്ടാമതൊരു തരം ഏലിയനേഷൻ ഉണ്ട്. ക്യാപിറ്റലിസ്റ്റ് പീരീഡ്, ഈ ഫ്രീ ജോലി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് he is working like a machine. ഒരു യന്ത്രത്തിനെ പോലെ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, that is repetitive ആണുള്ള ജോലിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
So in modern capitalist factories, a laborer, he is doing things that are repetitive. And number two, he is working, sorry, and he is working like a machine, doing everything that is repetitive. And number two, he is working like a machine. And therefore what happens? This worker does not get an opportunity to showcase or exhibit his talents. തൻ്റെ കഴിവുകൾ ഉപയോഗിക്കാൻ, തൻ്റെ പ്രതിഭ ഉപയോഗിക്കുവാൻ അവനൊരു അവസരവും കിട്ടുന്നത്. കാരണം ഇൻ എ ക്യാപിറ്റലിസ്റ്റ് ഫാക്ടറി ഹി ഈസ് ഡൂയിങ് വർക്ക് റെപ്പറ്റേറ്റീവ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ചാർലി ചാപ്ലിൻ്റെ മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും. യാന്ത്രികമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രതിഭ തെളിയിക്കാൻ നിങ്ങൾക്ക് ഒരവസരവും ഇല്ല. ഉദാഹരണത്തിന് അമേരിക്കൻ കമ്പനിയായ ഫോർഡിന്റെ അറിയാമല്ലോ, ഫോർഡിന്റെ പ്രസിദ്ധമായ അസംബ്ലി ലൈൻ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അസംബ്ലി ലൈൻ മീൻസ് ഒരു കാറ് ഒരു നട്ടിൽ തുടങ്ങി ആദ്യ ഭാഗത്ത് ചെയ്യുന്ന ജോലിക്കാരൻ ഒരു നട്ടായിരിക്കും ആദ്യം എടുക്കുന്നത്, ബോൾട്ടുമായിട്ട് ലിങ്ക്. അവസാനം 10-12 പ്രദേശങ്ങളിൽ കൂടെ ഈ കാറ് പുറത്തേക്ക് ഡ്രൈവ് ചെയ്ത് ഇറക്കുമ്പോൾ കാറ് പ്രോഡക്റ്റായി. അപ്പം ഈ ആദ്യത്തെ ജോലി ചെയ്തവൻ ഈ പ്രോഡക്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു മെഷീനെ പോലെ അവൻ എന്തോ ഒന്ന് ചെയ്തു, ബട്ട് ഹി ഈസ് നോട്ട് അവെയർ ഓഫ് ദ പ്രോഡക്റ്റ് ഹി ഹസ് ക്രിയേറ്റഡ്. ഇത് അവനിൽ ഏലിയനേഷൻ ഉണ്ടാകും. മൂന്നാമത് തരം ഏലിയനേഷൻ ഉണ്ട്. എന്താണത്? These laborers, ഈ working class people, constantly working in such factories, because they are working like machines, they developed isolation among themselves. അവന്റെ ഫാക്ടറിയിൽ വർക്കിംഗ് സ്ഥലത്ത് അവൻ ഒറ്റപ്പെടുന്നു. അവനൊരു പ്രത്യേകതരം ജോലിയാണ് ചെയ്യുന്നത്. അവന്റെ കൂട്ടുകാരൻ ചെയ്യുന്ന വേറൊരു ജോലിയാണ്, അവന്റെ മറ്റേ കൂട്ടുകാരൻ ചെയ്യുന്ന വേറൊരു ജോലിയാണ്. അപ്പൊ ഐസൊലേറ്റഡ് ആവും. എന്തു പറ്റുന്നു? അവരുടെ സഹകരണം, ഓപ്പറേഷൻ, കളക്റ്റീവ് ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവുന്നില്ല. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ടേം ഇൻ മാർക്സിസം, alienation, അന്യവൽക്കരണം. So there are 3 types of alienation. One is the things we produce and we don't consume the things we produce. അതുവഴി ഉണ്ടാവുന്ന alienation. Number, we are often doing things that are repeated. We are working like machines, and therefore our genius, our skills are not allowed. മൂന്നാമത്, നമ്മൾ ജോലി സ്ഥലങ്ങളിൽ സഹകരണം നഷ്ടപ്പെടുന്നതിനാൽ, ഒരേ ജോലി ചെയ്യുന്നതിനാൽ സഹകരണം നഷ്ടപ്പെടുന്നതിനാൽ നമുക്ക് ഏലിയനേഷൻ വരും. സോ ഏലിയനേഷൻ is a very important theory in Marxian aesthetics. Now we'll come to another term that is very important. I think we'll do one thing. ക്ഷമ ഇങ്ങനെ പരീക്ഷിക്കാൻ പാടില്ലല്ലോ. Now it's 3 o'clock. We will take a break and come back at 3:10. Is that okay? എന്നെ തിയറി പഠിപ്പിക്കുമ്പോൾ അറിയാമല്ലോ, ഭയങ്കര വിരസതയ്ക്ക് സാധ്യതയുള്ള ഒരു കാര്യമാണ്. So we will take a small break and come back. Is that okay? Can someone put a message? Okay. Called Louis Althusser. അദ്ദേഹം ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ചിന്തകരുടെ കൂട്ടത്തിലൊക്കെ പെടുന്ന ആളാണ്. He is very famous because he refined many ideas of Marxism. ഈ മാർക്സിസത്തിന്റെ ചില ശാഠ്യങ്ങളെയൊക്കെ നവീകരിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ടു ദിസ് കോൺസെപ്റ്റ് ഓഫ് ഐഡിയോളജി ഈസ് വെരി ലാർജ്. മാർക്സിനോടൊപ്പം തന്നെ
ഇന്ന് മാർക്സിസം എന്ന് പറയും നമ്മൾ, പക്ഷെ ഐഡിയോളജി എന്ന് പറയുമ്പം the name that comes to our mind first is Louis Althusser. According to him, this ideology is actually a type of imaginary relationship people have to their living conditions. ഒരു സാങ്കല്പിക ബന്ധമാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യവുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഉപയോഗിക്കുന്ന കാഴ്ചപ്പാടാണ് ഐഡിയോളജി. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലർ പറയും ഒരു ഷർട്ട്, റെഡിമെയ്ഡ് ഷർട്ട് വേണമെന്ന് പറയും, ചിലർ പറയും. രണ്ടും രണ്ട് ഇതാണ്, അത് നമ്മുടെ ഐഡിയോളജി പുറത്ത് കാണിക്കുന്നതാണ്. എന്നിട്ട് അൽത്തൂസർ രണ്ട് അവതരിപ്പിച്ചു in relation to ideology. അദ്ദേഹം പറഞ്ഞു there are two types of ideological systems. അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അപ്പാരറ്റസ് എന്നാണ്. അപ്പാരറ്റസ് നമ്മുടെ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഐഡിയോളജി രണ്ട് തരം അപ്പാരറ്റസുകൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, there are many institutions functioning in our society. For example, you have the church, you have the legal system, you have the educational system, you have the media. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചർച്ച് ഉണ്ട്, മീഡിയ ഉണ്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, ലോ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. These ideological state apparatuses by Althusser, ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്, ഈ പ്രസ്ഥാനങ്ങളിൽ കൂടിയാണ് നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. പള്ളി നമ്മളെ ഒരു രീതിയിൽ മെരുക്കിയെടുക്കും, സ്കൂള് നമ്മളെ മെരുക്കിയെടുക്കും, ഹോസ്പിറ്റൽസ് നമ്മളെ മെരുക്കിയെടുക്കും. ഇതെല്ലാം നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ ഐഡിയോളജി സൃഷ്ടിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കും. പക്ഷെ നേരിട്ടൊന്നും ചെയ്യുന്നില്ല. When you go to school, they don't change you completely, but your ideology is influenced knowingly or unknowingly, because they are apparatuses, they are systems which knowingly or unknowingly influence your ideology. ഇതിനെ അദ്ദേഹം ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നു. രണ്ടാമത് അദ്ദേഹം പറയുന്നു there is something called the repressive state apparatus. repressive എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക. ഉദാഹരണത്തിന് ജയില്, പോലീസ്, പട്ടാളം റിപ്രസീവാണ്. നിങ്ങളെ നിർബന്ധിച്ച് അല്ല. പോലീസ് വഴി നിൽക്കുന്ന പോലീസ് ഞാനിവിടെ ഉണ്ട് എന്ന് ചുമ്മാതെ അവിടെ നിൽക്കുകയല്ല. ഹി ടെൽസ് യു ടു ഫോളോ റൂൾസ്. അനുസരിക്കാൻ പറയും, വഴക്ക് പറയും, ചിലപ്പോൾ രണ്ട് അടി തരും. when you are put in jail, അവിടുത്തെ സിസ്റ്റത്തിലേക്ക് നിങ്ങളെ മാറ്റും. സോ ഇറ്റ് ഇസ് റിപ്രസ്, അടിച്ചമർത്തലാണ്. There are two types of apparatuses functioning in society. One is the ideological state apparatus, which very subtly സ്നിഗ്ധമായിട്ട് നമ്മൾ അറിയാതെ നമ്മളെ സ്വാധീനിക്കും, നമ്മുടെ രീതികളെ ഐഡിയോളജിക്കലായിട്ട് സ്വാധീനിക്കും. പള്ളി, സ്കൂള്, മീഡിയ, ഇതൊക്കെ സ്വാധീനിക്കും. വൈകുന്നേരങ്ങളിൽ നമ്മൾ കാണുന്ന മീഡിയ, ടി വി ചർച്ചകളില്ലേ, ഓരോ മീഡിയയ്ക്കും ഓരോ ഐഡിയോളജിയാണ്. നമ്മൾ ഏത് കാണുന്നു എന്നുള്ളത് നമ്മളെ സ്വാധീനിക്കും. പക്ഷെ അവർ പറയുന്നില്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമെന്നൊന്നും പറയുന്നില്ല. They don't tell you that they are going to teach you etc. But you knowingly or unknowingly imbibe certain things. അത് സംഭവിക്കും. So they are ideological state apparatus. പിന്നെ റിപ്രസ്, ഓരോന്ന് ചെയ്യിപ്പിക്കുന്ന apparatus. ജയില്, പോലീസ്, അത്തരം പട്ടാളം. There are two types of. And നമുക്കിത് എന്തിനാണ് പ്രാധാന്യം? You may think, what is the use of studying ideological state apparatus and repressive state apparatus? ഉണ്ട്, ഒരു കാര്യമുണ്ട്. എന്താണ്? അൽത്തൂസറിന്റെ അഭിപ്രായത്തിൽ ലിറ്ററേച്ചർ ഇസ് an ideological state apparatus.
literature influences your belief systems, belief patterns, etc. നിങ്ങളൊക്കെ വളരെ കുഞ്ഞുങ്ങളാണ്, ചെറുപ്പ കുഞ്ഞുങ്ങൾ. Famous writers in Malayalam were writers like O.V. Vijayan, M. Mukundan, etc. അതിനെപ്പറ്റി വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു. എന്താണ്? Then is writing about drug addicts. He is writing about prostitutes. ഇതൊക്കെ എഴുതി ഇത് വായിച്ച് ഈ എം മുകുന്ദന്റെ രമ്യം ഡൽഹിയിലെ ഗലികളിൽ കൂടി ഭാങ്ങും ഒക്കെ കഴിച്ചിങ്ങനെ നടക്കുന്ന ഇതൊക്കെ കണ്ട് ഇവിടെയും ചെറുപ്പക്കാർ കഴിച്ചു എന്നാണ് സങ്കല്പം. ആരെങ്കിലും നിർബന്ധിച്ചോ? ഇല്ല. ബട്ട് ഇറ്റ് ഇസ് ദ സ്റ്റേറ്റ് ideological state apparatus. അതുകൊണ്ട് we should know this theory of Althusser. According to Althusser, literature ideological state apparatus. Knowingly or unknowingly, it would be able to create an impact on your belief system. So, very important idea, concept of ideology in Marx. Ideology, first your beliefs, values, etc., etc. Next idea which you have to bear in mind is, idokke ee parayna ideas, most of these ideas became popular after the death of Marx and Engels, after the initial phase of Marxism. But നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ഈ പദങ്ങൾക്കൊക്കെ ചെറിയ പ്രാധാന്യം ഉണ്ട്. Next very important is hegemony. E-M-O-N-Y, hegemony. Hegemony means power. The word hegemony, Latin word which means power. It was actually coined by the Italian thinker Antonio Gramsci, G-R-A-M-S-C-I, Antonio Gramsci. Very popular writer, revolutionary writer. He had a tough time while he was in Italy. അദ്ദേഹത്തിന്റെ ജീവിതകാലത്താണ് ഇറ്റലിയിൽ ഈ ഫാസിസം, മുസോളിനിയുടെ, in Germany you have Nazi, in Italy you have the fascism of Mussolini. Antonio Gramsci was a communist and therefore he opposed fascism, and Gramsci was put in jail. ജയിലിൽ കിടന്നിട്ട് അദ്ദേഹം രഹസ്യമായിട്ട് എഴുതിയ കുറിപ്പുകൾ സമാഹരിച്ച പുസ്തകമാണ് പ്രിസൺ നോട്ട്ബുക്സ്, ജയിലിലെ കുറിപ്പുകൾ. അതിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു ഐഡിയ ആണ്, വെരി വെരി ഇൻഫ്ലുവൻഷ്യൽ റൈറ്റർ. കഥകൾ പറയുന്ന അദ്ദേഹത്തിന് പേപ്പർ പോലും എഴുതാൻ കൊടുത്തിരുന്നില്ല എന്നാണ്. അദ്ദേഹം പലപ്പോഴും ഈ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന ടിഷ്യൂ പേപ്പേഴ്സിൽ എഴുതിയാണ് പുറത്ത് രഹസ്യമായിട്ട്, ചിലർ സഹായിച്ചു ഓഫ് കോഴ്സ്, ജയിൽ പീപ്പിൾ എന്നിങ്ങനെ പറയുന്നു. സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് റൈറ്റർ ഗ്രാംഷി. ഗ്രാംഷി he speaks about a specific type of power. Earlier you saw Althusser speaking about two types of ideology, state apparatus and repressive state apparatus. ഇത് നമ്മൾ കണ്ടു. അതുപോലെ ഗ്രാംഷി സ്പീക്സ് ഓഫ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പവർ. പവർ നമ്മൾ സ്ഥിരം കേട്ടിട്ടുണ്ട്, POWER, പവർ. ഇറ്റ്സ് എ വേർഡ് വി ആർ സോ ഫാമിലിയർ വിത്ത്. അവന് പവർ ഉള്ളവനാണ്, അത് പവറിന്റെ ലക്ഷണമാണ്, വെരി കോപ്പുലർ. ബട്ട് ദിസ് ഇസ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പവർ ദാറ്റ് ഹി സ്പീക്സ് ഓഫ്. എന്താണ്? ഹി സ്പീക്സ് ഓഫ് എ വെരി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പവർ. ആൻഡ് അദ്ദേഹം പേര് കൊടുത്ത വാക്കാണ് ഹെജിമണി. Gramsci പറയുന്നത് hegemony of power, this type of power is actually a set of beliefs, patterns, values, etc. that create the lower classes. അതായത് ലോവറിക്കാനായിട്ട് അപ്പർ ക്ലാസ് ഉണ്ടാക്കി വെക്കുന്ന ചില നിബന്ധനകൾ
ആണ് അദ്ദേഹം ഹെജിമണി എന്ന് പറയുന്നത്. എങ്ങനെയാന്ന് നോക്കാം. രണ്ടു തരം ഹെജിമണി ഉണ്ട്. ഹെജിമണി ഈസ് ഓൾസോ ഓഫ് ടു ടൈപ്സ്. ഒന്ന്, ബൂർഷ്വാസികൾ സാമ്പത്തിക മേൽക്കോയ്മ കൊണ്ട് ജോലി കൊടുക്കാനുള്ള ആധിപത്യം കഴിവുള്ളത് കൊണ്ട്, പിന്നെ പട്ടാളം പോലത്തെ അധികാരം അവരുടെ കയ്യിലായതുകൊണ്ട് ഇവർക്കൊരു അധികാരമുണ്ട്, ഒരു പവറുണ്ട്. സോ എക്കണോമിക് പവർ, ദി പവർ ഓഫ് ക്രിയേറ്റിംഗ് ആൻഡ് ഡിസ്മിസിങ് പീപ്പിൾ ഇൻ ജോബ്സ്, ജോബ് ഉണ്ടാക്കാനും പറഞ്ഞു വിടാനുമുള്ള കഴിവ്. പിന്നെ ഫോഴ്സ്, പട്ടാളം പോലീസിനെ ഉപയോഗിച്ചുള്ള ഫോഴ്സ്. ഇതുവഴി ഒരു ഹെജിമണി സമൂഹത്തിൽ നടത്തിയെടുക്കും ബൂർഷ്വാസി. രണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞു തൊട്ട് ഒരു പ്രത്യേകം പുറമെ കാണിക്കാത്ത രീതിയിൽ ഈ ലോവർ ക്ലാസസിന്റെ, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് സബോൾട്ടേൺ, SUBALTER, സബോൾട്ടേൺ, താഴേക്കിടയിലുള്ള സബോൾട്ടേൺ. സോ the ideas of the ordinary working class subaltern people were controlled by the upper class. ഒരു ആശയം അവരുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കുക, നിർബന്ധിക്കത്തൊന്നുമില്ല, ഇട്ടുകൊടുക്കുക. അത് പതുക്കെ കാലക്രമേണ സാവധാനം ഈ ലോവർ ക്ലാസ്സിലെ ആൾക്കാരുടെ കോൺഷ്യസ്നെസ്സിലേക്ക് പോയി അവിടെ സെറ്റിൽ ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഒരു നാടൻ എക്സാമ്പിൾ പറയാം, ഗ്രാംഷി പറയണ്ട. See, there is a common belief in Kerala that you should send your children to English medium CBSE schools. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ടോ? കേരള നിയമം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. But this belief has been put into the consciousness or psyche of the common man. ഇംഗ്ലീഷ് മീഡിയം CBSE പഠിച്ചാലേ രക്ഷയോ. നിയമമൊന്നുമില്ല, വേണമെങ്കിൽ മതി, പക്ഷെ നിങ്ങൾ വേണമെന്ന് തീരുമാനിക്കും. ഇതൊരു ഹെജിമണിയാണ്. The first one was direct. The first one was by economic domination, creating jobs, dismissing you from jobs, using force, etc. But the second is very indirect and very subtle. You will not be aware of it. പക്ഷേ ഈ ആരാണ്ട് പറഞ്ഞിട്ട് വേലയിൽ ഐഡിയാസ് ഇങ്ങനെ സമൂഹത്തിലേക്ക് എറിയും. എന്നിട്ട് ഈ ഐഡിയാസ് നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിനെ തകിടം മറിക്കും. ആൻഡ് യു ആർ ഫോഴ്സ്ഡ് ടു ഫോളോ ദാറ്റ്. And the poor subalterns or the ordinary people or the lower class would become slaves of this hegemony. വളരെ ബ്യൂട്ടിഫുൾ ഐഡിയ ആണ് ഗ്രാംഷിയുടെ. Two types of hegemony. One is the direct hegemony created by economic domination, and the second is indirect hegemony created by idea manipulation. ആശയപരമായിട്ട്. അപ്പം ഇതാണ് ഹെജിമണിയുടെ ഒരു തലം. സോ പ്ലീസ് കീപ് ഇൻ മൈൻഡ് ദീസ് ടു ഐഡിയാസ്, ഐഡിയോളജി ആൻഡ് ഹെജിമണി, ടു വെരി ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ്. ഈ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഫൂക്കോ പഠിക്കാൻ നേരത്തും ഗ്രാംഷിയുടെ ഐഡിയ ഓഫ് ഹെജിമണി, പെനോപ്റ്റിക്കോൺ, പവർ, ഇതൊക്കെ നിങ്ങൾ വീണ്ടും പഠിക്കാൻ പോവുകയാണ്. സോ യു വിൽ study more of that later. Now let us look at the importance of understanding Marxism and Marxist theory and Marxist criticism and Marxist aesthetics. What is the need for a literature student or a humanities student or an art student to study all this? സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററേച്ചർ സ്റ്റുഡൻറ് ഇതൊക്കെ പഠിക്കുന്ന വിരസമല്ലേ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ CBSE മറ്റേ
ആദ്യത്തെ ഡിഗ്രി CBCSS സ്റ്റാർട്ട് ചെയ്ത വർഷം എനിക്ക് തോന്നുന്നു 2010 തോന്നുന്നു. അന്ന് ഫസ്റ്റ് ഡിഗ്രി ബാച്ചില് ആദ്യത്തെ സെമ്മില് കുട്ടികൾക്ക് പഠിക്കാണ്ടിരുന്നത് മെത്തഡോളജി എന്ന് പറയുന്ന പേപ്പറാണ്. മെത്തഡോളജി. അപ്പൊ അതിനകത്ത് ഈ ന്യൂ ക്രിറ്റിസിസം, ഫോർമലിസം, ഡീകൺസ്ട്രക്ഷൻ, സ്ട്രക്ചറലിസം ഒക്കെ ഷോർട്ടായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. Will you believe it? In many colleges across Kerala there was resistance. ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. കാരണം ഈ സയൻസ് പോലെ കണക്ക് പോലുള്ള സാധനമൊക്കെ എന്തിനാ എൻ്റെ കുട്ടികൾ പഠിക്കുന്നത്? ഞങ്ങൾ മക്കളെ ഇംഗ്ലീഷിന് ചേർത്ത് പോയിട്രിയും ഡ്രാമയും പഠിക്കാൻ ഭയങ്കര എതിർപ്പായിരുന്നു. ആൻഡ് ഐ റിമെമ്പർ ഐ വാസ് മെമ്പർ ഓഫ് ദ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ദെൻ. ഞാൻ ചില കോളേജിൽ പോയി ഇത് ന്യായീകരിക്കാനും പേടിക്കണ്ട എന്ന് പറയാനും ഒക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. ദെൻ വാട്ട് കേരള യൂണിവേഴ്സിറ്റി ഡിഡ് വാസ്, കുട്ടികളെ പേടിപ്പിക്കാതിരിക്കാൻ ഈ മെത്തഡോളജി എന്ന് പറയുന്ന പേപ്പർ 3rd സെമ്മിലേക്ക് മാറ്റി. പിന്നെ അത് 5th സെമ്മിലേക്ക് മാറ്റി. എന്നിട്ട് 1st സെമ്മിൽ പോയട്രി കൊണ്ടുവന്നു. സോ ഇറ്റ്സ് ഓൺലി നാച്ചുറൽ that students will ask, what is the use of literature students studying all this? അത് നമുക്കൊന്ന് ആലോചിച്ച് പോവാം. What is the importance of Marxist theory, Marxist literary studies, etc., etc.? അതൊന്ന് നോക്കി പോകാം. 1. If you are a follower of orthodox, conventional, vulgar Marxism, you will have to follow all the teachings and theories that were expounded by Marx and Engels. Then you will have to come to the conclusion that all creative works follow the base superstructure pattern. That means all creations are determined and influenced by the base. ഈ സിദ്ധാന്തത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. സ്ട്രൈറ്റ് ഫോർവേഡാണ്. നിങ്ങളൊരു കവിത പഠിക്കുമ്പോൾ ആ കവിത സൃഷ്ടിച്ചതാര്, അയാൾ ഏത് സമൂഹത്തിൽ ജീവിച്ചു, അയാളുടെ വീട്ടിലെ അവസ്ഥ എന്തായിരുന്നു, സാമ്പത്തിക ഭദ്രത എന്തായിരുന്നു, തൊഴിലാളിയായിരുന്നു, മുതലാളി, ഇതൊക്കെ അറിയണം. സോ റിയൽ അപ്രിസിയേഷൻ ഓഫ് ലിറ്ററേച്ചർ അവിടെ നടക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. 2, there was a second group called neo-Marxists. That means Marxists who believed that Marxist theory was okay, Marxist philosophy was okay, but it needs a little bit of revision. കുറച്ച് റിവിഷൻ വേണം. വൾഗർ മാർക്സിസം, ശാഠ്യം വേണ്ട എന്ന് തീരുമാനിച്ചു. ഇപ്പം തന്നെ നമ്മളെ കേരളത്തിൽ ഒരു നാടൻ എക്സാമ്പിൾ പറഞ്ഞ, കേരളത്തിൽ അറിയാമല്ലോ, ഇപ്പം ന്യൂ മിനിസ്ട്രി ഹാസ് ജസ്റ്റ് ടേക്കൺ ഓവർ. ഒരു വലിയ തർക്കം ഉണ്ടായത് എന്താണ്? ഷുഡ് ദി ഹെൽത്ത് മിനിസ്റ്റർ കണ്ടിന്യൂ? അപ്പം CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ ചട്ടക്കൂട് തിരുത്തിക്കൊണ്ട് ശാഠ്യത്തിൽ അവര് തീരുമാനിച്ചു പഴയരാരും തുടരണ്ട. ഒരുപാട് പേര്, പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യം, ഒരുപാട് പേര് അത് അങ്ങനെ ഒരു ശാഠ്യം പാടില്ല, ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കാൻ പാടില്ല, അവര് തുടരട്ടെ, വാട്ട് ഇസ് റോങ് ഇൻ ദാറ്റ് എന്നൊരു വാദം നോട്ട് വെച്ചു. ശരിയോ തെറ്റോ എന്നുള്ളതല്ല പ്രശ്നം. അപ്പം ഒരു ശാഠ്യത്തിനെ റിവൈസ് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആണ് നിയോ മാർക്സിസം. അത് ഒരുപാട് ചിന്തകര് അതിൽ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് മാർക്സിസം. ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് പറയുന്ന ജർമ്മനിയിലുണ്ടായ ഒരു സ്കൂളാണ്. അവരാണ് ഭയങ്കരമായ മാറ്റങ്ങൾ ഈ കമ്മ്യൂണിസത്തിന്, മാർക്സിസത്തിന്, മാർക്സിസ്റ്റ് എസ്തെറ്റിക്സിന് അവർ കൊണ്ടുവന്നു. They brought about many changes. Great thinkers like Adorno, Walter Benjamin, Althusser, ഇവരെല്ലാം ആ സ്കൂളിൽപ്പെട്ട ഒരാളാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന റെയ്മണ്ട് വില്യംസ് ഓൾസോ ബിലോങ് ടു ദിസ് സ്കൂൾ. He also was a not conventional Marxist. He also belonged to this revisionist school
school of Marxism or to the Frankfurt School of Marxism, and he argued that it is okay that literature can be understood in relation to social and historical related reality. Fine, അത് okay ആണ്. But ideas of other subjects and subjects like economics, sociology, history, anthropology, media, ഇത്തരം വിവിധ ഡിസിപ്ലിൻസും കൂടി ചേർന്ന് വേണം സാഹിത്യത്തിനെ പഠിക്കാൻ. Therefore, people like Raymond Williams, they made the study of Marxism, or they changed the Marxist approach to multidisciplinary. ഒറ്റ മാർക്സിസ്റ്റ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് അവർ മാറി. അതിന് നമ്മൾ പറയുന്നത് സിൻക്രറ്റിക്, SYNCRETIC, സിൻക്രറ്റിക് മെത്തേഡ് വെച്ചാൽ വിവിധ കാര്യങ്ങളെ ഉൾച്ചേരുന്ന രീതിയിൽ മാർക്സിസവുമായിട്ട് സമന്വയിപ്പിച്ച് വേണം ഇതിനെ പഠിക്കാൻ എന്നൊരു ധാരണയിൽ ഇത്തരം നവ മാർക്സിസ്റ്റുകാർ എത്തി. ഇറ്റ് വാസ് ആക്ച്വലി a small diversion or change from conventional. There are many philosophers following that pattern. In fact, today Marxism is also called by some people as post-Marxism. They believe that old Marxism dead and gone, especially after the coming of neo-Marxism. And now neo-Marxism is also on the decline, and you have post-Marxism. അവരെന്താ പറയുന്നത്? They say that it is high time that you give up all the basic ideas of Marxism and look for common universal humanity or a common universal brotherhood. മാർക്സിസം ക്ഷയിച്ചു, നിയോ-മാർക്സിസം ക്ഷയിച്ചു, ഇപ്പം പോസ്റ്റ് മാർക്സിസമാണ്. പോസ്റ്റ് മാർക്സിസത്തില് ശാഠ്യങ്ങൾ വേണ്ട, നമുക്ക് ഒരു മാനവികതയാണ് വേണ്ടത്, ഒരു ഹ്യൂമൻ കളക്ടിവിറ്റിയാണ് വേണ്ടത് എന്ന് വാദിക്കുന്ന ചില ആൾക്കാർ. ഇവർ പറയുന്നത് എന്താ? They are saying that it is not at all easy to analyze a work of art or a work of literature using Marxian theory or philosophy because literature and art behave in strange ways, behave in subtle ways, സ്നിഗ്ധമായ, അനിർവചനീയമായ, ഇൻഎക്സ്പ്ലിക്കബിൾ, നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത രീതികളിലാണ് സാഹിത്യം, കലയൊക്കെ വരുന്നത്. അപ്പൊ അതിനെ പഠിക്കണമെങ്കിൽ ഇതിൻ്റെതായ ഒരു രീതി, അല്ലാതെ അതിന് ഈ സ്ട്രെയിറ്റ് ലൈനിൽ വരയ്ക്കുന്ന തിയറികൾ വെച്ച് പഠിക്കാൻ സാധ്യം. മാത്രമല്ല, നല്ല എഴുത്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. എങ്ങനെ? അതാണ് അവരുടെ വാദം. യു ഷുഡ് എൻകറേജ് ഗുഡ് റൈറ്റിംഗ്. ഹൗ? ബൈ എഗ്രീയിങ്. മാർക്സിസ്റ്റുകാരും പറയണം, ബൈ എഗ്രീയിങ് ദാറ്റ് എവറി ക്രിയേറ്റീവ് വർക്ക് ഹാസ് റിലേറ്റീവ് ഓട്ടോണമി. ആപേക്ഷിക സ്വാതന്ത്ര്യം. നേരത്തെ മാർക്സിസ്റ്റുകാർ പറഞ്ഞെന്താ? ഒരു സ്വാതന്ത്ര്യമില്ല. എവറി ക്രിയേറ്റീവ് വർക്ക്, every superstructure
is influenced by the base. അതായിരുന്നല്ലോ അവർ പറഞ്ഞത്. അത് മറക്കണം. എന്നിട്ടോ modern Marxian aestheticians or critics should come to the conclusion that every creative work has a certain element of relative autonomy. ആപേക്ഷിക സ്വാതന്ത്ര്യം എല്ലാ കൃതിക്കും ഉണ്ട്. അതുകൊണ്ട് they should also understand that every creative work is sometimes independent of economy and ideology. Is independent of economy and ideology. കൃതികൾ ഒന്ന്, they are having relative autonomy, number one. Number two, they are also free from the bondages of economy and ideology. അത് സാമ്പത്തികത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും ബന്ധനത്തിൽ നിന്നും മോചനം നേടിയ കൃതികളുമുണ്ട്. അതുകൊണ്ട് ശാഠ്യം മാർക്സിസ്റ്റ് ചിന്തകർക്ക് പാടില്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ വരികയും, and that has led to the redefining or re-envisioning or revision of Marxism and Marxist thinking. അപ്പൊ എന്തുപറ്റി? ഇതിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഇന്ന് നിരൂപകർ കാണുന്നത് എന്താണ്? Marxism has become fluid and flexible and open-ended. മാർക്സിസ്റ്റ് സിദ്ധാന്തം കുറെ കൂടെ ഫ്ലെക്സിബിൾ ആയി, മയപ്പെട്ടു. ഓപ്പൺ എൻഡഡ് ആയി എന്ന് പറഞ്ഞാൽ കുറച്ച് തുറസായ സമീപനം അതിന് വന്നു. മാത്രവുമല്ല, with the new theories like structuralism, post-structuralism, deconstruction, etc. becoming very strong, മാർക്സിസത്തിന് ഒരു മാർഗവുമില്ലാതെയായി. എങ്ങനെ? ഇറ്റ് became very pluralistic. വിവിധ സ്വഭാവങ്ങൾ സ്വാംശീകരിക്കാൻ, ഉൾക്കൊള്ളാനായിട്ട് മാർക്സിസത്തിന് കഴിയുന്ന ഒരവസ്ഥ വന്നു. നേരത്തെ ഒരു ട്രാക്കിൽ കൂടി പോയിരുന്നു. നിയോ മാർക്സിസ്റ്റ് വന്ന് അത് 2 ട്രാക്കാക്കി. അപ്പോൾ അത് വിവിധ ട്രാക്കുകളുള്ള ഒരു മൾട്ടിപ്പിൾ ക്വാളിറ്റീസ് ഉള്ള ലിറ്റററി തിയറി ആയിട്ട് ഒരു മാർക്സിസ്റ്റ് ലിറ്റററി തിയറി ഹാസ് ബിക്കം വെരി പ്ലൂറലിസ്റ്റിക്, മൾട്ടി ഡൈമെൻഷണൽ, and it has also been able to incorporate multidisciplinary disciplines into its analysis. So, നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ കണ്ട മാർക്സിസ്റ്റ് തിയറി ഒന്ന്, ക്ലാസ് സ്ട്രഗിൾ between the bourgeoisie and the proletarians. Number 2, the concept of base and superstructure, and the superstructure being always influenced by the base. Then the concept of historical materialism, that every single idea or progress of history is automatically influenced by the material systems existing at that time. So even history is influenced by material aspects. Then you have dialectical materialism, which said or which spoke about constant conflict between binaries and that thing to change. Then you looked at alienation, how workers become alienated for different reasons. One, they produce, but they don't consume that. They consume, but they don't produce it. Then they are always doing repetitive works and they become slaves. Therefore, their talent and skills are ignored. And therefore, the workers become alienated and fragmented. So that is one problem of Marxist
which Marxist aesthetics show us. Then we saw commodification, how people purchase not for utility and use, but to impress. We also saw that it is also called conspicuous consumption, where people purchase just for the heck of it and not for use, but for resale value. Then we saw ideas like ideology. Yes, then we saw ideas like ideology, what ideology was to Marx, and then what ideology was to Althusser. How Althusser defined two types of ideologies, state apparatus and repressive state apparatus. Then we looked at hegemony, the two types of hegemony. One that is determined, or power that is determined by economic factors, and the other that is very indirect, which makes the subalterns or the lower classes obey it without even their knowledge. So, in that sense, all these theoretical aspects become very important. The study of art and literature, and if you are able to remember these terms, that would be helpful. For example, I'll give you two examples. According to Marxist literary theory, Marxist philosophy or Marxist thinkers encourage their writers to focus on socialist realistic pattern of writing. Socialist realistic pattern of writing. മാർക്സിസ്റ്റ് സൈദ്ധാന്തികർ പറയുന്നത് എങ്ങനെയാണ്? എഴുതുന്നവരെല്ലാം സോഷ്യലിസ്റ്റ് റിയലിസ്റ്റ് പാറ്റേൺ ഉപയോഗിക്കണം. എന്താണ്? സമൂഹത്തിലെ കാര്യങ്ങൾ വർണ്ണിച്ച് വരുമ്പോൾ ഇറ്റ് ഷുഡ് ലീഡ് ടു ചേഞ്ച് ഇൻ സൊസൈറ്റി ആൻഡ് ദ പ്രോഗ്രസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഒരു സന്ദേശം കൊടുക്കുന്ന, സോഷ്യലിസം പരത്തുന്ന രചന വേണം. ഇതാണ് ഒരു മാർഗം. യു ഷുഡ് ബി ഏബിൾ ടു ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ സൊസൈറ്റി. അപ്പം ലക്ഷ്യം വെച്ച് എഴുതണം. ആർട്ട് ഫോർ ആർട്ട് സേക്ക് അല്ല, ആർട്ട് ഫോർ ലൈഫ് സേക്ക്. ഇതായിരിക്കണം ഒരു വാദമെന്ന് മാർക്സിസ്റ്റുകാർ പറഞ്ഞു. രണ്ട്, they argued that socialist artists must focus on production rather than consumption. അതായത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ക്രിയേറ്റേഴ്സ്, എഴുത്തുകാർ, അവരെന്ത് ചെയ്യണം? അവര് വല്ലവരുമൊക്കെ പടച്ചു വിടുന്ന കലാരൂപങ്ങൾ ആസ്വദിച്ചാൽ, കൺസ്യൂം ചെയ്താൽ പോരാ. പിന്നെയോ they should start producing things with a Marxist perspective or an outlook. അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അല്ലാതെ പോയി അന്ധനെ പോലെ പൊട്ടനെ പോയിരുന്ന് പോയി കണ്ടാൽ പോരാ. And they are saying that the finest example is a German dramatist, Bertolt Brecht. Bertolt Brecht, his concept of epic theatre. എന്താണ് ബ്രെറ്റിന്റെ തിയറി? എന്തായിരുന്നു? When a person goes to the theatre, he should not come out of the theatre completely satisfied. The theatre or the drama which he saw should disturb, അവനെ അലട്ടണം. എന്നാൽ മാത്രമേ അവൻ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കത്തുള്ളൂ. Only then he would take a political standpoint. So Marxists argue that creative writers should not just be consumers of works of art, they should be producers of works of art, like Bertolt Brecht, who through his concept of epic theatre was able to make audience think and take political positions. Next point.
a writer, a critic, a Marxist like Terry Eagleton, Eagleton, Terry Eagleton. Terry Eagleton is of the opinion, or he believes, or he argues, that when you look at a literary text and when you try to understand the relationship of a literary text to ideology, you should be able to understand the determining factors that went into the making of the text. നിങ്ങൾ വായിക്കുന്ന, പഠിക്കുന്ന, അനലൈസ് ചെയ്യുന്ന ഒരു ലിറ്റററി ടെക്സ്റ്റ് എന്തൊക്കെ രീതിയിലാണ് സ്വാധീനിക്കപ്പെട്ട, ഡിറ്റർമിൻ ചെയ്തത് എന്ന് പഠിക്കണം. എങ്ങനെ? ത്രൂ ടേംസ് ഓഫ് ഓവർ ഡിറ്റർമിനേഷൻ. നേരത്തെ നമ്മൾ കണ്ടു, ഇതാണ് സൂപ്പർ സ്ട്രക്ചറിലെ എല്ലാം ബേസ് ഡിറ്റർമിൻ ചെയ്യും. പക്ഷെ ഇത് ഓവർ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ആ ഡിറ്റർമിനേഷന് അപ്പുറം എന്താണ് ഡിറ്റർമിൻ ചെയ്തത്? വാട്ട് ഈസ് ദി എക്സ്ട്രാ ഇൻഫ്ലുവൻസ് ഓഫ് ദറ്റ് വർക്ക്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഗ്രേറ്റ് തിങ്കേഴ്സ് ലൈക്ക് ലക്കാൻ, LACAN, ലക്കാൻ, ക്രിസ്റ്റേവ, KRISTEV, ക്രിസ്റ്റേവ ഫെമിനിസ്റ്റ് തിങ്കറാണ്. ഇവരെല്ലാം വാദിക്കുന്നത് there should be a syncretist, 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 which are mixing and mingling and merging and hybrid. There should be a syncretic approach in Marxism. പലതിനെയും പല ധാരകളെയും ഉള്ളുന്ന ഒരു ക്രിറ്റിസിസം വേണം. And Marxism should be one among the many streams of criticism. And Frederick Jameson, JEMSON, Jameson പറയുന്നത് Marxism has a big quality. എന്താണത്? It can incorporate within itself all other forms of thought. Marxism has this rare quality of having the capacity to take inside or appropriate or incorporate within itself. ഈ മാർക്സിസം എന്ന് പറയുന്ന തത്വചിന്തയ്ക്ക് ഉള്ളിലേക്ക് മറ്റെല്ലാത്തിനെയും ആവാഹിക്കാനുള്ള ഒരു കഴിവ് മാർക്സിസത്തിന് അത് ഉപയോഗപ്പെടുത്തണം. അദ്ദേഹം പറയുന്ന പ്രസിദ്ധമായ ഒരു വരിയാണ്, മാർക്സിസം ഷുഡ് ഫങ്ഷൻ ആസ് എ മാസ്റ്റർ കോഡ്. മാസ്റ്റർ കോഡ്, CODE, മാസ്റ്റർ കോഡ്. മാർക്സിസം ഒരു മാസ്റ്റർ കോഡായിട്ട് പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ മാർക്സിസം നൂറുകണക്കിന് ആശയങ്ങളുടെ ഇടയിൽ ഒരു ടോർച്ച് ലൈറ്റ് ആയിരിക്കും, ഒരു മാസ്റ്റർ കോഡായിരിക്കണം, ഒരു മയിൽക്കുറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സൈൻ ബോർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നിയോൺ ബോർഡ് ആയിരിക്കും. അങ്ങനെ മാർക്സിസം അല്ലാതെ ചുരുങ്ങിപ്പോകരുത്. ഇറ്റ് ഷുഡ് നോട്ട് ബിക്കം വെരി നാരോ. കാരണം ഇതൊക്കെ പറയാനൊരു കാരണം ഞാൻ അവിടെ പറഞ്ഞ് ഇന്നത്തേക്ക് നിർത്താം. സി അഗെയിൻ 25th. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും. സി മാർക്സിസ്റ്റ് ചിന്തകര് they were against experimentation in art and literature. പരീക്ഷണം സാഹിത്യത്തിലും കലയിലും അത് നല്ലതല്ലെന്ന് അവർ വിശ്വസിച്ചു. കാരണം എന്താ? എക്സ്പെരിമെന്റേഷൻ ഇസ് ഓൾവേസ് ഇൻ ദ ഫോം, നോട്ട് ഇൻ ദ കണ്ടന്റ്. ഉള്ളടക്കത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഇവര് ഇപ്പൊ ഉദാഹരണത്തിന് പ്രസിദ്ധ റൈറ്റേഴ്സായ ജെയിംസ് ജോയ്സ്, പ്രൂസ്റ്റ്, ഇവരൊക്കെ ചെയ്യുന്ന സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്. ഇതൊരു ടെക്നിക്കാണ്. കണ്ടന്റിൽ ഒന്നും മാറ്റം നടക്കുന്നില്ല, അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഇതെല്ലാം ബൂർഷ്വാ കലയാണ്. എക്സ്പെരിമെന്റേഷൻ, പിക്കാസോയുടെ ആർട്ട് എക്സ്പെരിമെന്റേഷനാണ്. പിക്കാസോ വലിയ മാർക്സിസ്റ്റും ഇടതുപക്ഷക്കാരുമാണ്. പക്ഷെ ഇത്തരം ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കാത്ത പരീക്ഷണങ്ങളോട് മാർക്സിസ്റ്റ് ചിന്തകര് പുറംതിരിഞ്ഞു. ഇത് നല്ലതാണോ? ആലോചിക്കണം. നമ്മുടെ സം ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വർക്ക്സ് ഇൻ ലിറ്ററേച്ചർ എന്തെല്ലാം എക്സ്പെരിമെന്റേഷൻ നടത്തിയിട്ടുള്ളത്. അത് വേണ്ടാതെ നമുക്ക് വെക്കാൻ പറ്റുമോ? ഇത് നമ്മളിപ്പം തന്നെ സംഗീതത്തിൽ
നമ്മൾ 72 മേളകർത്ത രാഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതിന് എത്രയോ ജന്യരാഗങ്ങൾ, അതിനെ തന്നെ എന്തെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തതാണ്. മലയാളത്തിൽ തന്നെ മോഹനം എന്ന് പറയുന്ന രാഗം, അതിനെ എന്തെല്ലാം രീതിയിലാണ് എക്സ്പെരിമെന്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അത് വേണ്ടാന്ന് വെക്കാൻ നമുക്ക് പറ്റുമോ? ക്യാൻ വി ബാൻ എക്സ്പെരിമെന്റേഷൻ? ക്യാൻ വി ബി വെരി റിജിഡ്? അത് വേണ്ട. മാർക്സിസം ഒരു മാസ്റ്റർ കോഡായിട്ട് അവിടെ നിൽക്കണം, എല്ലാത്തിനെയും ഇൻകോപ്പറേറ്റ് ചെയ്യും, ഉൾക്കൊള്ളണം, പക്ഷെ ദുശാഠ്യങ്ങൾ പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയം. അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ചേക്കുക. നമുക്ക് 25th നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ യെസ് അശ്വതി, യു വാണ്ടഡ് ടു സേ സംതിങ്?